Thank you, friends, for watching and thank you for joining in this live. Yeah, Gigi Abraham. സ്വർഗാരോഹണ പെരുന്നാള് കഴിഞ്ഞു. ഇനി 10 ദിവസങ്ങൾ കഴിയുമ്പോൾ പെന്റക്കോസ്തി പെരുന്നാളാണ്. ഇപ്പൊ സഭയുടെ കലണ്ടർ അനുസരിച്ച്, പിതാക്കന്മാരുടെ ക്രമീകരണം അനുസരിച്ച് ഈ 10 ദിവസങ്ങൾ പരിശുദ്ധാത്മ നിറവിനായി കാത്തിരിപ്പിൻ്റെതായ ദിവസങ്ങളാണ്. നമ്മൾ ഈ സുറിയാനി സഭയെ പറ്റി പഠിക്കുമ്പോൾ ആ സഭയുടെ കലണ്ടർ, ഈ സുറിയാനി സഭയിലെ പല ആളുകൾക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഒരു വർഷം സഭാ കലണ്ടർ ഫോളോ ചെയ്താൽ ആ വ്യക്തി ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകുകയില്ല. ഞാൻ ലൈഫ് മുഴുവനല്ല, ഒരു വർഷം. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഞാൻ ആ കലണ്ടറിലൂടെ പോയപ്പോ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എത്രയോ വർഷം മുമ്പ്, ഏകദേശം 2 സഹസ്രാബ്ദം മുമ്പ് തന്നെ അത് ക്രമീകരിക്കപ്പെട്ടു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. കാരണം സുറിയാനി സഭയിലെ ബഹുമാനപ്പെട്ട വൈദികരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓരോ ആഴ്ചയിലെ വായനാ ഭാഗങ്ങളും അതിനോട് ചേർന്നുള്ള സെതറാകളും ആ സെതറാകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദൈവശാസ്ത്ര വിചിന്തനങ്ങളും പഠനത്തിനും പ്രബോധനത്തിനും വിധേയമാക്കിയാൽ ഒരു വ്യക്തി പോലും ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് കടുകിടമാറത്തില്ല. അത്ര ക്രമീകരണമാണ്. അതുപോലെ വിശുദ്ധന്മാരുടെ ഓർമ്മകൾ, ആ വിശുദ്ധന്മാരുടെ ഓർമ്മകൾ വരുമ്പോ ആ വിശുദ്ധന്മാർ എന്തിനു വേണ്ടി നിലകൊണ്ടു, എന്തിനു വേണ്ടി അവർ കൊല്ലപ്പെട്ടു, അതുപോലെ ദൈവശാസ്ത്രം, അവർ വിശ്വസിച്ച ദൈവശാസ്ത്രം, അവർ ഹൈലൈറ്റ് ചെയ്ത ദൈവശാസ്ത്രം എന്ത്, ഇത് പഠിച്ചാല്, സത്യത്തിൽ ഞാനത് മുഴുവൻ പഠിച്ചില്ല, പക്ഷെ ഞാൻ ഓരോ പിതാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ അന്ത്യോക്യയിലെ സേവോറിസിനെ കുറിച്ചോ അല്ലെ കുറിലോസിനെ കുറിച്ചോ ഒക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ അവര് ഹോൾഡ് ചെയ്ത ആ ക്രിസ്റ്റോളജിയും അവർ പഠിപ്പിച്ചതും അവരുടെ ലെറ്റേഴ്സും അവർ കണ്ടെത്തിയ ആഴങ്ങളും ആ ബോധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോ ഒരിക്കലും നമ്മൾ ആ സത്യവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. അപ്പൊ അത്രമാത്രം റിച്ചാണ്. മറ്റ് എങ്ങും വേറെ ഒന്നിനും തേടി പോകണ്ടാത്ത വിധത്തിൽ തന്നെ സകലതും ക്രമീകരിച്ചിരിക്കുകയാണ്. ഒരു വലിയ ഫീസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കലണ്ടറിൽ ഭയങ്കരമായി റിജോയ്സ് ചെയ്യുന്നുണ്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ഓരോ വിശുദ്ധന്മാരുടെ ഓർമ്മ വരുമ്പം, അല്ലെ ഒരു സഹതായുടെ ഓർമ്മ വരുമ്പം, അപ്പൊ ആ സഹതായെ പറ്റി നമ്മൾ ആ സമയത്ത് പഠിക്കുമ്പോൾ ആ കാലഘട്ടം നമ്മളപ്പോ പഠിക്കുന്ന ഒരു പീസ് ഓഫ് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി പഠിക്കുന്നു, ആ കാലഘട്ടത്തെ ജിയോഗ്രഫി പഠിക്കുന്നു, ആ കാലഘട്ടത്തിൽ നിന്ന സാമൂഹിക വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്നു, അവര് ഹോൾഡ് ചെയ്ത ആ സത്യവിശ്വാസം എന്താണെന്ന് പഠിക്കുന്നു. അപ്പൊ അത് അങ്ങനെ ഓരോന്നും. അപ്പൊ അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ഈ സഭ അനുസ്മരിക്കുന്ന രക്തസാക്ഷികളുടെയും അല്ലെങ്കിൽ സഹോദരന്മാരുടെയും വിശുദ്ധന്മാരുടെയും എല്ലാം ലൈഫിലൂടെ അങ്ങ് കടന്നുപോയി ഈ പെരുന്നാളുകളും കടന്നുപോയി കഴിയുമ്പം ഒരു വർഷം കൊണ്ട് ശരിക്കും അപ്പോഴാണ് ഒരു വലിയ ജ്ഞാനസ്നാനം നടക്കുന്നത്. ഒരു വലിയ ജ്ഞാനസ്നാനം. അപ്പൊ ആ ഒരു തരത്തിലേക്ക്, ആ തരത്തിലുള്ള പഠനത്തിലേക്കും പ്രബോധനത്തിലേക്കും ഈ സുറിയാനി സഭയിലെ വിശ്വാസികളും ഇടവകകളും വൈദികരും മാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അത് വലിയൊരു റിവൈവലായി മാറും, വലിയൊരു റിവൈവൽ. ഇതിപ്പോ കേവലം നമ്മളൊരു ചടങ്ങ് പോലെ അതിങ്ങനെ ഓർത്തു പോകുന്നല്ല, ഓരോ പിതാക്കന്മാരുടെയും. അപ്പൊ അതിനുള്ള വിഭവശേഷി ഇന്ന് നമ്മുടെ സഭയ്ക്കുണ്ട്. കാരണം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ് പ്രീസ്റ്റ്സ് ഇഷ്ടം പോലെയുണ്ട്, ചെറുപ്പക്കാർ, യുവ വൈദികരുണ്ട്, നല്ല അൽമായർ ധാരാളമുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ അത് മാറുമെന്ന് ഞാൻ ആശിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. കാരണം അത്രമാത്രം റിച്ചസ് ആണുള്ളത്. ഹായ് കോശി കുരുവള, ജിനു കെ ബി, യെസ് സത്യമാണ്. ആൻസി ജോർജ്, താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഹോളി സ്പിരിറ്റിന്റെ
ആഗമനത്തിന് വേണ്ടി അപ്പോസ്തലന്മാർ കാത്തിരുന്നതിന്റെ അനുസ്മരണമാണ്. പരിശുദ്ധാത്മ നിറവ് ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14 അധ്യായം തുടങ്ങുമ്പോൾ ആ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ മൂലയിൽ അച്ഛനുമായിട്ട് നമ്മൾ ഒരു ലൈവിൽ വിശുദ്ധ കുർബാനയെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ ധൂപക്കുറ്റി വാഴ്ത്തുന്നതിനെ കുറിച്ച്, ധൂപക്കുറ്റിക്ക് 4 ചങ്ങലകളാണുള്ളത്. അപ്പൊ ആദ്യം പിതാവായ ദൈവത്തെ വാഴ്ത്തുന്ന സമയത്ത്, പിതാവായ ദൈവത്തിന് സ്തുതി പറയുന്ന സമയത്ത് ഒരു ചങ്ങലെ പിടിക്കും. രണ്ടാമത് പുത്രന് പ്രൈസ് കൊടുക്കുന്ന സമയത്ത് 2 ചങ്ങല ഒരുമിച്ച് ചേർത്ത് പിടിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ആക്റ്റിൽ പോലും നമ്മളോട് പ്രബോധനം തരികയാണ്. അതായത് ആ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ആ പുത്രനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളതാ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഏതാണ്? നമ്മളെ ഒന്നാമത്തെ ചങ്ങലയാണ്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. അടുത്തത്, എന്നിലും വിശ്വസിപ്പീൻ. ദാറ്റ് ഈസ് എ ഹാർഡ് പാർട്ട്. എല്ലാരെ സംബന്ധിച്ച് ആ ഒന്നാമത്തെ ചങ്ങല ഈസിയാണ്. ഒന്നാമത്തെ ചങ്ങലയിൽ ആർക്കും ഇടർച്ചയില്ല. ഒന്നാമത്തെ ചെയിനെ പിടിക്കുമ്പം അത് എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കും. ഈവൻ യഹോവ സാക്ഷിക്കാർക്കും പ്രശ്നമില്ല, അവരും വിശ്വസിക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ ആ രണ്ടാമത്തെ പ്രാവശ്യം 2ഉം 3ഉം ചങ്ങലകൾ ഒരുമിച്ച് പിടിച്ച് പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെയാണെന്ന് പറയുമ്പോൾ, ആ പുത്രൻ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഭേദം കൂടാതെ അവൻ മനുഷ്യനായി തീർന്നിരിക്കുന്നു. അപ്പൊ ആ ഒരു വിശ്വാസ സത്യം, എന്നിലും വിശ്വസിപ്പീൻ. അപ്പൊ നമ്മൾ ആ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അടുത്ത എന്താണെന്ന് അറിയാമോ? 4ാമത്തെ ചെയിനാണ്, ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നമ്മൾ ഈ ധൂപക്കുറ്റി വാഴ്വിന്റെ സമയത്ത് നമ്മളത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വചനമാണ് ജ്വലിച്ചു നിൽക്കേണ്ടത്. അപ്പൊ പിതാവിന് പ്രൈസ് കൊടുക്കുന്നു, പുത്രന് പ്രൈസ് കൊടുക്കുന്നു, ഹോളി സ്പിരിറ്റിന് പ്രൈസ് കൊടുക്കുന്നു. അപ്പൊ ആ സ്തുതി കൊടുക്കുന്ന സമയത്ത് ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരും. സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരും. എന്നെ പോലെ തന്നെയുള്ള മറ്റൊരു സഹായകനെ, എന്നെ പോലെ തന്നെ. അപ്പൊ ഇതാണ് നമ്മൾ ആ കാണുന്നത്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ദയവായി യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 ഈ 4 അധ്യായങ്ങൾ നിരന്തരം വായിക്കണം, പല ആവർത്തി വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 ഈ 4 അധ്യായങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ട്രിനിറ്റി സംബന്ധമായ എല്ലാ സംശയങ്ങളും മാറും. ട്രിനിറ്റിയെ സംബന്ധിക്കുന്ന എല്ലാ സംശയങ്ങളും മാറി നമ്മൾ ആ തൃത്വവിശ്വാസത്തിൽ ഉറയ്ക്കാൻ ഏറ്റവും നല്ല 4 ചാപ്റ്ററാണ്. അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായി വായിക്കണ്ടേ. എപ്പോഴെങ്കിലും ബൈബിൾ വായിക്കാൻ തുടങ്ങി അപ്പോഴേ നിങ്ങൾ ചൂസ് ചെയ്യണ്ടേ. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം ഈ 14. പക്ഷെ ഈ 14 അധ്യായം 1ാമത്തെ വാക്യം വായിച്ചു കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മുന്നോട്ട് വായിക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോൾ വായിക്കാൻ തുടങ്ങിയാലും നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതെന്ന് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പോസ് ചെയ്യും. പിന്നെ കുറെ സമയം കഴിഞ്ഞ് മാത്രമേ നമുക്ക് തുടർന്ന് വായിക്കാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മുടെ മനസ്സിലേക്ക് ആ പിക്ചർ പോലെ വരണം. കർത്താവ് തന്റെ അവസാന ഭാഗത്ത്, ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കലങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ
സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരിക്കുമ്പോൾ കലങ്ങരുതെന്ന് പറയുന്നത് കലങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ആ സമയത്താണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അപ്പൊ ഇതിങ്ങനെ പറയുന്ന സമയത്ത് കർത്താവിന്റെയും ശിഷ്യന്മാരുടെയും അതുപോലെ മറ്റ് ഓഡിയൻസിന്റെ ഉള്ള സംഭാഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അവിശ്വാസങ്ങൾ പൊങ്ങി വരുന്നത് കാണാം, സംശയങ്ങൾ. ഇത് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. അപ്പൊ അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടാകും. നമുക്കിന്നും പല കാര്യങ്ങളും സംശയമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില ആളുകൾ പറയുന്നത് മരിച്ചതിന് ശേഷം പിന്നെ ഒന്നുമില്ല. അപ്പൊ അടുത്തിടയ്ക്ക് ഞാൻ ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഓർത്തഡോക്സ് സഭയിലെ 7 ചതിക്കുഴികൾ എന്ന് പറഞ്ഞൊരു ടേപ്പ് ഇറങ്ങി. ഓർത്തഡോക്സ് സഭയിലെ 7 ചതിക്കുഴികൾ. അത് ഒരുപാട് ടേപ്പ് ഇങ്ങനെ വിതരണം ചെയ്തു. അപ്പൊ അതിനകത്ത് പ്രത്യേകം പറഞ്ഞാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചതിക്കുഴിയാണ്, അതിന്റെ ആവശ്യമില്ല. കാരണം എനിക്ക് ലഭിച്ച പ്രൊട്ടസ്റ്റന്റ് പ്രബോധനത്തിൽ നിന്നുള്ള പ്രചോദനത്തിൽ ആണ് ഞാൻ ആ ടേപ്പ് ഇറക്കിയത്. പക്ഷെ പിന്നെയുള്ള പഠനങ്ങളിലും പ്രാർത്ഥനകളിലും അന്വേഷണത്തിലും എന്റെ ബോധ്യങ്ങൾ തെറ്റായിരുന്നെന്ന് ഞാൻ കണ്ടെത്തി. വളരെ ചിന്തിച്ചിട്ട് അത് പറയണോ വേണ്ടയോ, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഹാംലെറ്റിനകത്തെ ഇതുപോലെ ഇപ്പം ടാൻഡലൈസിങ് മൈൻഡാണ്. അപ്പം അവസാനം ഞാൻ പറയാൻ തീരുമാനിച്ചിരിക്കും. അന്ന് ഞാൻ പറഞ്ഞു, ഒരു യാക്കോബായക്കാരൻ അല്ലെങ്കിൽ ഒരു സുറിയാനി സഭക്കാരൻ, ഒരു ഓർത്തഡോക്സുകാരൻ, അവൻ മരിച്ചിട്ട് അവന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ഭയങ്കര നിരാശയിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു പെന്റക്കോസ്റ്റ് ബിലീവർ മരിക്കുമ്പോഴാണ് ഏറ്റവും പ്രത്യാശയുള്ളത്. പക്ഷെ ഇന്ന് എന്റെ ആ ബോധ്യങ്ങൾക്ക് മാറ്റം വന്നു. നിങ്ങൾക്കും വരും, തുറന്ന മനസ്സോടെ നോക്കിയാൽ. 2 കൂട്ടരുടെ ശവസംസ്കാരത്തിലേക്ക് ചെന്ന് നോക്കുക. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പെന്റക്കോസ്റ്റൽ ബിലീവറിന്റെ പിതാവ് നാട്ടില് മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം ശവസംസ്കാരത്തിന് നാട്ടിൽ പോയി ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഇവിടെ ഞങ്ങൾ ഒരു പെന്റക്കോസ്റ്റൽ ബിലീവർ മരിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ആ ശവസംസ്കാരത്തിന് പോയി. ആ ശവസംസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു. ഇദ്ദേഹം ഒരു ഉറച്ച പെന്റക്കോസ്റ്റ് വിശ്വാസിയാണ്, ഒരു പാസ്റ്ററാണ്. പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, പാസ്റ്റർ നാട്ടിൽ പോയി അപ്പന്റെ ശവസംസ്കാരം കൂടി, അത് ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു. ഇവിടെ ഒരു പെന്റക്കോസ്റ്റൽ ബിലീവറിന്റെ ശവസംസ്കാരം, രണ്ടും കൂടെ നോക്ക്, ഏത് ശുശ്രൂഷയിലായിരുന്നു പ്രത്യാശ ഉണ്ടായിരുന്നു, ഏത് ശുശ്രൂഷയിലായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷുവറായിട്ടും അവിടെയായിരുന്നു. ഇത് സത്യസന്ധമായിട്ട് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാകും. കാരണം ഇവിടെ ഒരാൾ മരിക്കുന്നതോടുകൂടെ എല്ലാ കണക്ഷനും പോയി. വാട്ട് നെക്സ്റ്റ് എന്നുള്ള യാതൊരു ഐഡിയയും ഇല്ല. ഇതെന്തോ ഒരു ചില്ലിനപ്പുറത്തേക്ക് പോയതുപോലെയാണ്. ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ കൊണ്ട് അവസാനിച്ചു. പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിച്ചു വരുന്നത് അറിയാതെ തന്നെ ഈ വിട്ടുപിരിഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു വരി പോലും വരാതിരിക്കാൻ വേണ്ടി ഒരു മനഃപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ബലം പിടിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹൗ പതറ്റിക് ഇറ്റ് ഈസ്, ഹൗ പതറ്റിക്. ഞാൻ ഈ പറയുന്നൊന്നും ഒരിക്കലും ഒരു കുറ്റം പറയുന്നതായിട്ടോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇറ്റ്സ് എ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ സംസ്കാര ശുശ്രൂഷകൾക്ക് പോകാറുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ഇടപെടുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഭൗതിക വർത്തമാനകാല ലോകത്തിൽ മാത്രം ഇടപെടലുകൾ നടത്തുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തെ പരിമിതപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എന്നിട്ടല്ലോ ആരെങ്കിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പറയും പിശാചാണ്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഈ ലോകത്തിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവമാണ്. ഈ ലോകത്തിനപ്പുറത്ത് ഇടപെടലുകൾ നടത്തുവാൻ കഴിയാത്ത ദൈവമാണ്. ഞങ്ങളുടെ ദൈവം ഈ ഭൗതിക ലോകത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ മാത്രം ഇടപെടലുകൾ നടത്തുവാൻ കഴിയുന്ന പരിമിതനായ ഒരു ദൈവമാണ് എന്ന ആശയമാണ് അതിലൂടെ വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പരിമിതനായ ദൈവത്തെ ഫോളോ ചെയ്യാൻ താല്പര്യമില്ല. അനാദ്യന്തനും അപരിമേയനുമായ ദൈവം. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെന്റക്കോസ്റ്റൽ ബിലീവേഴ്സിനെയും പാസ്റ്റേഴ്സിനെയും ഈ ഡിസ്കഷനിൽ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ, നിങ്ങളുടെ പ്രൊഫൈൽ പേജുകളിലൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ചിന്തകൾ. നമ്മെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെടുന്നതോടുകൂടെ നമ്മൾ ഹെൽപ്ലെസ് ആയിരിക്കുന്നു. ആ ഒപ്പം നമ്മുടെ ദൈവവും ഹെൽപ്ലെസ് ആയിരിക്കുന്നു. അതാണോ ശരിയായ വിശ്വാസം? അപ്പൊ അവിടെയാണ് നമ്മൾ ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്താണ്. ബൈബിൾ മാത്രമല്ല അടിസ്ഥാനം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇത് ഇന്ന് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ വേദപുസ്തകത്തിൽ നിന്ന് വാക്യം ആവശ്യമുള്ളവരുണ്ട്, വേദപുസ്തകത്തിൽ നിന്ന് വാക്യങ്ങൾ ആവശ്യമുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് വേദപുസ്തകത്തിൽ നിന്ന് വാക്യങ്ങൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി ഉയർന്ന ഒരു മലയിലേക്ക് പോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചിരുന്നു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിൽ ഉണ്ടാക്കാം. അപ്പൊ യെരുശലേമിൽ താൻ പ്രാപിക്കാനിരിക്കുന്ന നിര്യാണത്തെ കുറിച്ച് മോശയോടും ഏലിയാവിനോടും യേശു സംസാരിക്കുന്നതായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നേ? 1500 വർഷം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച മോശ, അതുപോലെ ഏലിയാവ് ഇവർ യേശുവിനോട് സംസാരിക്കുകയാണ്. ഇന്ന് അങ്ങനെ ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾ എന്തു പറയുക? ദുരുപദേശമാണെന്നോ പിശാചിന്റെ സേവയാണെന്നോ എന്തായിരിക്കും പറയുന്നത്? ചിന്തിച്ചു നോക്ക്. ഇന്നിപ്പോ നിങ്ങൾ എന്റെ അടുത്ത് വരികയാണ്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഏലീഷായോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? കുഴപ്പമില്ല, ഏലീഷായോടല്ലേ സംസാരിക്കട്ടെന്ന് പറയൂ. അപ്പൊ ഈ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം ആത്മീകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ ആത്മീകതയ്ക്ക് അളവുകോലുകൾ എങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പരിമിതപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ ഒരു പരിമിതനായ ദൈവത്തെ പിൻപറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ദൈവശാസ്ത്ര ബോധ്യങ്ങൾ നിങ്ങളെ തടവിലാക്കിയിരിക്കുകയാണ്.
അപ്പൊ കൈകാലികൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ്? ദൈവശാസ്ത്ര പരിമിതികളുടെ ചങ്ങലകൾ. ആ ദൈവശാസ്ത്ര പരിമിതികളുടെ ചങ്ങലകൾ നമ്മളെ ബന്ധിച്ചിരിക്കുമ്പോ നമുക്ക് നഷ്ടപ്പെട്ടത് വലിയ വിശാലമായ ഒരു ലോകമാണ്. ഇന്നലെ എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞതിന്റെ വാർഷികമായി. അദ്ദേഹം മരിച്ചിട്ട് 45 വർഷമായി. ഞാൻ വളരെ ഇൻഫന്റ് ആയിരുന്ന സമയത്താണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. ഞാൻ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഒരിക്കലും ആ പിതാവിന്റെ കല്ലറയ്ക്കൽ പോകുവാനോ അവിടെ ഒരു ധൂപം വെക്കുവാനോ ഒരു മെഴുകുതിരി കത്തിക്കുവാനോ ഞാൻ തുനിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ബോധ്യങ്ങൾ അങ്ങനെയാണ്, അതൊക്കെ അർത്ഥശൂന്യമാണെന്നാണ്. പക്ഷെ അത് തെറ്റാണെന്ന് എനിക്കിന്നറിയാം. ഇപ്പൊ പരിഹാസികൾ എഴുന്നേക്കും, പരിഹാസികൾ എഴുന്നേറ്റോ പിന്നെ അങ്ങേരെ അവിടെ ഇരുട്ടത്തിരിക്കുകയാണ്, നമ്മൾ കൊണ്ട് മെഴുകുതിരി കത്തിക്കുമ്പോഴാണ് അങ്ങേർക്ക് ഇച്ചിരി വെളിച്ചം കിട്ടുന്നത്. പരിഹാസം കുഴപ്പമില്ല. പക്ഷെ ആ പരിഹാസം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് യുക്തിവാദികളും നിരീശ്വരവാദികളും ഈശ്വര വിശ്വാസത്തെ പരിഹസിക്കുന്നതിനോട് തുല്യമായിട്ടാണ്. അപ്പൊ ആ തരത്തിൽ ആ തോതിലാണ് പരിഹസിക്കുന്നതെങ്കിൽ അത് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും പരിഹാസത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ന് ഹോൾഡ് ചെയ്യുന്ന ഈ പെന്തക്കോസ്റ്റൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എത്തിസം, നിരീശ്വരവാദം തന്നെയാണ്. പരോക്ഷമായ നിരീശ്വരത്വമാണ് പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലൂടെ നമ്മിലേക്ക് പകരപ്പെടുന്നത്. പെന്തക്കോസ്ത് സഭകളിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും സ്വതന്ത്ര മനസ്സോടെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. നിങ്ങൾ ചിന്തിക്കും. ഞാൻ വീണ്ടും പറയാം, ഈ വിശ്വാസം നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധരാകുകയല്ല, നമ്മൾ ശ്രേഷ്ഠമായ എന്തോ വിശ്വാസത്തെ ഗ്രാബ് ചെയ്യുകയല്ല, മറിച്ച് പരോക്ഷമായ നിരീശ്വരത്വം നമ്മെ സ്വാധീനിക്കാൻ നമ്മൾ അനുവദിക്കുകയാണ്. പരോക്ഷമായി പ്രേം മോഹൻ, മരിച്ചവരോട് സംസാരിക്കാൻ ദൈവം മനുഷ്യർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതിലേക്ക് വരിക. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് പരോക്ഷമായ നിരീശ്വരത്വം, പ്രത്യക്ഷമായ നിരീശ്വരത്വം അല്ല, പരോക്ഷമായ നിരീശ്വരത്വം. ഇപ്പൊ കർത്താവ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, കർത്താവ് ഒന്നെന്ന് പറഞ്ഞു, ഇത് എന്റെ ശരീരമാകും, വാങ്ങി ഭക്ഷിപ്പി. ഇത് എന്റെ രക്തമാകുന്നു, വാങ്ങി പാനം ചെയ്യും. അപ്പൊ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ ശരീരത്തിന്റെ ഓർമ്മയാണെന്നോ, ഇതെന്റെ രക്തത്തിന്റെ ഓർമ്മയാണെന്നോ, ഇതെന്റെ രക്തം പോലെയാണെന്നോ, ഇതെന്റെ ശരീരം പോലെയാണെന്നോ അല്ല, ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു ഇതെന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തിട്ടല്ലാതെ ഒരുവനും നിത്യജീവൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 14 പ്രാവശ്യം ഇതേ കാര്യം ആവർത്തിച്ച് 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 ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എടുത്തിട്ട്, ഇപ്പോഴല്ല ഈ ലൈവ് കഴിയുമ്പോൾ എടുത്തിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾ ഭാര്യയും ഭർത്താവോട് ഒരുമിച്ച് ബൈബിൾ തുറന്നിട്ട്, അച്ഛാ ഇങ്ങനെ തന്നെയാണോ നമുക്കൊന്ന് നോക്കാം, നിങ്ങളൊന്ന് തുറന്നു നോക്കി. എന്നിട്ട് നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഭാഗം നോക്കണം. ഇത്രയും ശിഷ്യന്മാരോട് ഈ എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഈ അപ്പം എടുത്തിട്ട് കൊടുത്തിട്ട് ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യമല്ല ഈ പറഞ്ഞെന്നാണ് ഇവർ വാദിക്കുന്നത്. കുറെ നാളുകള് അത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്റെ സുബോധമുള്ള മനസ്സ് അതിനനുവദിച്ചില്ല. കാരണം ആർക്ക് വായിച്ചാലും മനസ്സിലാവും ഈ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ ഒത്തിരി കാര്യം മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ.
അപ്പൊ ഇവര് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു ഇത് വെറും ഒരു ഓർമ്മയാണ്, ഇത് വെറും ഒരു ഓർമ്മയാണ്. അപ്പൊ ഒരു റൊട്ടി എടുത്ത് വെക്കുക, റൊട്ടി എടുത്ത് വെക്കുക. നിങ്ങളുടെ സഭകളിൽ നടക്കുന്ന ശുദ്ധ അബദ്ധം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഞായറാഴ്ച റൊട്ടി എടുത്തുകൊണ്ട് വെക്കും, കുറച്ച് രസനായ വല്ലതും കലക്കി അതും അവിടെ വെക്കും. എന്നിട്ട് ഇത് ഭയങ്കര കാര്യമാണ്, കർത്തൃമേശ നടത്തുകയാണ്. അപ്പൊ ഇത് കർത്താവിന്റെ ശരീരരക്തങ്ങളാണോ? അല്ല, പാപം, അങ്ങനെ പറയരുത്. പക്ഷെ ഇതെന്താണ്? ഇത് റൊട്ടിയും വെള്ളവും. ഇതെന്തിനാണ്? ഇത് കർത്താവിന്റെ ഓർമ്മയ്ക്ക്. ഓക്കെ, പക്ഷെ അത് നടത്തുന്ന സമയത്ത് അടുത്ത അനൗൺസ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഒരുപാട് കർത്തൃമേശ നടത്തിയിട്ടുണ്ട്. ഈ കർത്തൃമേശ നടത്തുന്ന സമയത്ത് എന്നോട് പല ഭാഷന്മാരും പറഞ്ഞിട്ടുണ്ട്, കർത്തൃമേശ നടത്തുമ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിൽ നിൽക്കുന്നവർക്കാണ് ഇത് ഉള്ളതെന്ന് അനൗൺസ് ചെയ്തു. ഞാൻ ഇന്നു വരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്നെ നിർബന്ധിക്കുക, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭാഷ ഇതോടെ ഒന്ന് പറയണ ഭാഷ. കാരണം അതിനകത്തൊരു പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് കർത്താവിനെ ഓർക്കാൻ വേണ്ടി നമ്മളൊരു ബ്രെഡ് മുറിക്കുകയാണ്. അപ്പൊ ഇറ്റ്സ് ജസ്റ്റ് എ മെമ്മോറിയൽ. അപ്പൊ കർത്താവിനെ ഓർക്കാൻ വേണ്ടി മുറിക്കുന്ന ബ്രെഡ് ആർക്കും കഴിക്കാമല്ലോ. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ഒരാൾ കർത്താവിനെ ഓർത്താ കുഴപ്പമുണ്ടോ? അപ്പൊ നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങളുടെ വാക്കുകളിലും അതിഭയങ്കരമായ വൈരുദ്ധ്യമുണ്ട്. പെന്തക്കോസ്ത് സഭയിൽ പെട്ടിരിക്കുന്ന വിശ്വാസികൾ, ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിച്ചു പറയുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നില്ലെങ്കിൽ മാത്രം, നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ മിണ്ടണ്ട, വരുമാനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. യു ആർ ഫ്രീ ടു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് ചോദിക്കുക, കാരണം ഇത് വെറും ഒരു ഓർമ്മയാണോ? ഇത് കർത്താവിന്റെ ശരീരരക്തങ്ങളാണോ? ഇത് ഹോളി എലമെന്റ്സ് ആണോ? നോ നോ, യാതൊരു വിശുദ്ധിയില്ല, യാതൊരു പ്രത്യേകതയില്ല. എങ്കിൽ പിന്നെ എന്തിനാ റെസ്ട്രിക്ഷൻ? ഇത് എല്ലാവർക്കും കൊടുത്താൽ എന്താ കുഴപ്പം? അവരുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കത്തില്ല. ഞാനപ്പോ അതിലേക്കല്ല പോകുന്നത്. ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തിയിട്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്ന മനുഷ്യർ. നമ്മളതിന്റെ എസൻസ് എല്ലാം കളഞ്ഞു, ആന്തരിക സത്ത പോയി, ഇപ്പം വെറും ഒരു ചടങ്ങായി മാറി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാര്യവുമില്ല. പിന്നെ അയാളുടെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റുകാർ പിന്നെയും ഭേദമുണ്ട് കേട്ടോ. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ AKG ദിനം, EMS ദിനം, ചടയം ഗോവിന്ദൻ ദിനം, അല്ലെങ്കിൽ അഴീക്കോടൻ ദിനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആചരിക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ അവർ മരിച്ച ദിവസം അവർ അനുസ്മരിക്കുന്നുണ്ട്. ഒന്നുമല്ലല്ലോ, രക്തസാക്ഷി മണ്ഡലം ഉണ്ടെങ്കിൽ 2 മുദ്രാവാക്യം വിളിക്കും, അവരുടെ പേരിൽ ഒരു സ്മാരക മന്ദിരം ഉണ്ടാക്കും. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രക്തസാക്ഷി, കുടീരം സാക്ഷി എന്നൊക്കെ പറഞ്ഞൊരു മുദ്രാവാക്യം വിളിക്കും. അപ്പൊ അത്രത്തോളം പോലും സ്പിരിച്വൽ അല്ല ഇവര്. ചിന്തിക്കുക, ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ, they are more spiritual than you. അവർ നിങ്ങളെക്കാൾ ആത്മീകരാണ്. കാരണം അതിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അവരാ മരിച്ചവരെ ഓർക്കും. അപ്പൊ നമ്മൾ മരിച്ചവരെ ഓർക്കരുത്, ഓർത്താൽ പാപമാണ്, കുഴപ്പമാണ്. എത്ര തെറ്റായ പഠനമാണെന്ന് തിരിച്ചറിയാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. അപ്പൊ ഈ മോശയോടും ഏലിയാവിനോടുമാണ് യേശു സംസാരിക്കുന്നത്. മോശയോടും ഏലിയാവിനോടും. മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിലേക്ക് വരിക. മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിൽ 29 വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് വളരെ തെറ്റിപ്പോകുന്നു. അപ്പൊ 2 കാര്യം അറിയണം. ഒന്ന്, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയണം. 2, ദൈവശക്തി അറിയണം. Amen. Praise the Lord. തിരുവെഴുത്തുകൾ മാത്രം അറിഞ്ഞാൽ പോരാ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും
അറിയായിക കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പൊ തിരുവെഴുത്തുകളെ അറിയണം, ദൈവശക്തിയെയും അറിയണം. ദൈവശക്തിക്ക് യാതൊരു പരിമിതിയുമില്ല. അപ്പൊ ദൈവശക്തിയെ അറിയായിക കൊണ്ട് വളരെ തെറ്റിപ്പോകുന്നു. എന്നിട്ട് യേശു കർത്താവ് താഴോട്ട് പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. യേശു കർത്താവ് പറയാണ് അബ്രഹാമിന്റെ ദൈവവും, അവൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം അങ്ങനെയല്ല പറഞ്ഞത്. ലിസൺ കെയർഫുള്ളി. അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു. അവൻ മരിച്ചവരുടെ ദൈവമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആയിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, അപ്പൊ നമ്മൾ തന്നെ അറിയാതെ പാടും, അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ. നമ്മുടെ ആ വിൽസൺ ചേന്നനാട്ടിൽ എഴുതിയൊരു പാട്ടാണ്. അദ്ദേഹത്തിന് ഇച്ചിരി ആത്മാവൊക്കെ ഉണ്ട്. അത് എഴുതിയ പല പാട്ടുകളും നല്ല പാട്ടുകളാണ്. അപ്പൊ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആയിരുന്നു. അബ്രഹാം മരിച്ചുപോയി. ഹിത്യരോട് വിലക്ക് വാങ്ങിയ മക്പേല ഗുഹയിൽ അവൻ അടക്കപ്പെട്ടു. ഇസഹാക്ക് അടക്കപ്പെട്ടു. യാക്കോബ് അടക്കപ്പെട്ടു. ഇല്ലേ? 2000 വർഷം കഴിഞ്ഞു. 2000 years. 2000 വർഷം മുമ്പ് മരിച്ചുപോയ 3 പേരുടെ പേര് യേശു കർത്താവ് എടുത്തു പറയുകയാണ്. 2000 വർഷം മുമ്പ് യേശു കർത്താവ് ഇത് പറയുന്നതിന് 2000 വർഷം മുമ്പ് ഈ 3 പേരും കല്ലറയിൽ അടക്കപ്പെട്ടവരാണ്. എന്നിട്ട് യേശു പറയാണ്, അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ആകുന്നു. എന്നിട്ട് പറയാണ്, അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാകുന്നു. എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? യേശു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ്, അബ്രഹാമും ഇസഹാക്കും യാക്കോബും they are very much alive before the presence of God. ദൈവ സന്നിധിയിൽ അവർ വളരെ സജീവരാണ്. പ്രശസ്ത സുവിശേഷകൻ ബില്ലി ഗ്രഹാം മരിക്കുമ്പോൾ അദ്ദേഹം മരണത്തിന് മുമ്പ് ഒരു നോട്ട് എഴുതിയിരുന്നു. ആ നോട്ടിൽ അദ്ദേഹം പറഞ്ഞത്, ബില്ലി ഗ്രഹാം മരിച്ചു എന്ന് നിങ്ങൾ വാർത്ത കേൾക്കുമ്പോൾ വിശ്വസിച്ചു പോകരുത്. ഐ ആം ജസ്റ്റ് ട്രാൻസ്ഫറിങ് മൈ അഡ്രസ്. ഞാൻ എന്റെ അഡ്രസ് ഒന്ന് മാറ്റുന്നു. ജസ്റ്റ് ആൻ അഡ്രസ് ചേഞ്ച് എന്നാണ് പറഞ്ഞത്. ഐ വിൽ ബി വെരി മച്ച് അലൈവ് ബിഫോർ ദ പ്രസൻസ് ഓഫ് മൈ ഗോഡ്. അപ്പൊ ദൈവസന്നിധിയിൽ ഞാൻ മരിക്കുന്നില്ല, ഞാൻ ജീവനോടെ ഇരിക്കും. നിങ്ങൾ എഗ്രി ചെയ്യുന്നോ ഇല്ലയോ? കാരണം നന്നായി വായിച്ചു പഠിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആ സത്യം മരണത്തിന്റെ സമയമായപ്പോൾ നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അത് ലോകത്തോട് അറിയിച്ചിട്ടു. പ്രൊട്ടസ്റ്റന്റ് വേൾഡിലെ ഏറ്റവും ബഹുമാന്യനായ ഒരു ദൈവദാസനാണ്, 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ബഹുമാന്യനായ ദൈവദാസനാണ് ഫ്രാൻസിസ് ഷോഫർ. അദ്ദേഹത്തിന്റെ ഫേമസ് ആയ ഒരുപാട് പുസ്തകങ്ങളിൽ ഏറ്റവും ഫേമസ് ആയ പുസ്തകമാണ് ട്രൂ സ്പിരിച്വാലിറ്റി. എന്നെ കേൾക്കുന്ന നിങ്ങൾ, if you can grab a copy, just do that and read it, go through it. വീണ്ടും വായിക്കാൻ പറ്റിയ പുസ്തകമാണ് ട്രൂ സ്പിരിച്വാലിറ്റി. ഇപ്പൊ തന്നെ ഒരെണ്ണം ഓർഡർ കൊടുത്തു, മേടിച്ച് വായിക്കാം. 4 വോളിയമാണെന്ന് തോന്നുന്നു. 4 ബുക്കായിട്ടാണ് ട്രൂ സ്പിരിച്വാലിറ്റി. അപ്പൊ അത് മേടിച്ചിട്ടൊന്ന് വായിക്കുക. നല്ല ബുക്കാണ്. അപ്പൊ ഈ ട്രൂ സ്പിരിച്വാലിറ്റി എഴുതിയ മനുഷ്യൻ അദ്ദേഹമാണ് സ്വിറ്റ്സർലൻഡിൽ ആ ആബ്രി ആശ്രമം ഒക്കെ സ്ഥാപിച്ചത്. പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ ജീവിതയാത്രയിൽ താൻ കണ്ടെത്തിയ ഒരു സത്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ട്രൂ സ്പിരിച്വാലിറ്റിയിലൂടെ സഞ്ചരിച്ച് പ്രാർത്ഥിച്ചു മാസങ്ങളോളം ആ മലകളിലൂടെ അലഞ്ഞു തിരിയുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. കർത്താവ്, ഈ സത്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തണമേ. അങ്ങനെ അദ്ദേഹം, വെള്ളക്കാരനാണ്,
പാശ്ചാത്യ സുവിശേഷത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പാശ്ചാത്യ സുവിശേഷം വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത മനുഷ്യനാണ്. പക്ഷെ തന്റെ യാത്രയിലും അലച്ചിലുകളിലും ദൈവാന്വേഷണത്തിലും താൻ കണ്ടെത്തിയ സത്യം ഓർത്തഡോക്സി ആണ്. കൃത്യമായ ഉപദേശം താൻ കണ്ടെത്തി. തന്റെ മരണത്തിന്റെ സമയമായപ്പോൾ തന്റെ മകനോട് പറഞ്ഞു, മോനെ ഇതാണ് സത്യം. താൻ ജീവിച്ചിട്ട് താൻ ഓർത്തഡോക്സ് സഭയിലൊന്നും ചേർന്നില്ല. പക്ഷെ തന്റെ മകൻ ആ ധൈര്യം കാണിച്ചു. തന്റെ മകൻ ആ സ്റ്റെപ്പ് എടുത്തു, ഓർത്തഡോക്സിയിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെയാണ് ട്രൂ ഫെയ്ത്ത് ഇരിക്കുന്നത്. ഇവിടെയാണ് ട്രൂ ഗോഡ് ഉള്ളത്. മറ്റത് ഫേക്ക് ഗോഡാണ്, ലിമിറ്റഡ് ആണ്. പരിമിതമായ കഴിവുകളും പരിമിതമായ അറിവുകളും പ്രവർത്തന പരിധികളും ഒക്കെ ഉള്ള ദൈവം. അപരിമേയനായ ദൈവം, കാലാതീതനായ ദൈവം, സമയത്തിനതീതനായ ദൈവം. നമ്മുടെ വിശ്വാസം എവിടെയാ? അപ്പൊ മാർത്തയോട് പറയാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മാർത്ത കർത്താവ് ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾ ബൈബിൾ സ്റ്റഡിയാണ്. കർത്താവിനെ പരിമിതപ്പെടുത്തുകയാണ്. യേശു കർത്താവിന് വരെ അളവുകോൽ വെക്കുക ആരാ? മാർത്ത. മാർത്തയോട് യേശു പറയാണ്, ലാസറിന്റെ കല്ലറക്കി എന്നിട്ട്, മാർത്തയെ ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. അപ്പൊ മാർത്ത കർത്താവിന് ബൈബിൾ ക്ലാസ് കൊടുക്കുകയാണ്. കർത്താവേ ഒടുക്കത്തെ നാളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ കർത്താവ് പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. നോ മോർ കമ്മ്യൂണിക്കേഷൻ, നോ മോർ ഇന്റർവെൻഷൻ. കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നോ മോർ ഇൻവോൾവ്മെന്റ്, നത്തിങ്. എല്ലാം ബന്ധിച്ചിരിക്കുകയാണ്. ഇനി ഒടുക്കത്തെ നാളിലുള്ള പരിപാടി. മാർത്ത യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന ബൈബിൾ സ്റ്റഡിയാണ്. കർത്താവെ ഇനി ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ കർത്താവ് തന്നെ കുഴഞ്ഞുപോയി. പിന്നെ കർത്താവ് പറഞ്ഞു, ലാസറേ നീ എഴുന്നേറ്റ് വരാൻ. ദൈവസന്നിധിയിൽ ആരും മരിക്കുന്നില്ല. മനുഷ്യർക്കാണ്. അപ്പൊ ജീവനോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ജീവനോട് ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശീലമില്ല. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ജീവനോട് ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? സൗകര്യം, എളുപ്പമായല്ലോ. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നൊരു ചൊല്ലുണ്ട്. അതായത് കാഴ്ചയിൽ നിന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നും പറഞ്ഞു. നന്ദിശൂന്യതയാണ്. അപ്പൊ നന്ദിശൂന്യരായ ആളുകളുടെയാണ് കാഴ്ചയിൽ നിന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്നും പറയും. കാഴ്ചയിൽ നിന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്നും പറയും. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നുണ്ട്, ഒരു പൂച്ച ചത്തു കഴിഞ്ഞ് അതിന്റെ വാർഷികത്തിന് ചിഞ്ചു നായർ എന്ന് പറഞ്ഞ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. പൂച്ചയോടുള്ള സ്നേഹം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ, അവരെ നിങ്ങൾ അനുസ്മരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ബിബ്ലിക്കലാണ്, അത് ക്രിസ്തീയമാണ്. കാരണം എന്നാ? മരിച്ചവർക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ചോദ്യമാണ്. മരിച്ചവർക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ചോദ്യം. കാരണം അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് വസ്ത്രം വേണ്ട, അവർക്ക് ജോലി വേണ്ട, അവർക്ക് കാറ് വേണ്ട, അവർക്ക് പ്രമോഷൻ വേണ്ട. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ ഭൗതിക വിഷയങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രാർത്ഥനകൾ മാത്രം പ്രാർത്ഥിച്ച് ശീലമുള്ള ഈ ആളുകൾക്ക് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആശ്വാസം, സേഫ് ആയല്ലോ, പിന്നെ നോ മോർ നീഡ്. അപ്പൊ സ്പിരിച്വൽ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ശീലമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇനി പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഈ പെന്റക്കോസ്റ്റൽ ചർച്ചുകളിലെ പ്രാർത്ഥന ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ്. നമ്മൾ ബ്ലെസ്സിങ്ങോടെ വയറുവേദന മാറണം, ജോക്കുട്ടിന് വിസ കിട്ടണം, പിന്നെ അയൽപക്കത്തെ അച്ചാമ്മയെ അടക്കിയിരുത്തണം, ഒരു പാഠം പഠിപ്പിക്കണം. അപ്പൊ ഈ ബ്ലെസ്സിങ്ങോടെ വയറുവേദന മാറ്റുക, ജോക്കുട്ടിന് വിസ കിട്ടുക, ഇവിടം കൊണ്ടാണോ പ്രാർത്ഥന? അപ്പൊ സ്പിരിച്വൽ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, ആത്മീക കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മീക കാര്യങ്ങൾ ഒരാൾ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞാലും ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്പിരിച്വൽ നീഡാണ്.
പക്ഷെ നമ്മള് സ്വയകേന്ദ്രീകൃതമായ പ്രാർത്ഥനകൾ, മനുഷ്യ കേന്ദ്രീകൃതമായ പ്രാർത്ഥനകൾ അതാണ് നടത്തിയിരിക്കുന്നത്. ആന്ത്രോപോസെൻട്രിക് പ്രേയേഴ്സ് ആണ്, മനുഷ്യ കേന്ദ്രീകൃത പ്രാർത്ഥനകൾ. അപ്പൊ നമുക്ക് എന്ത് വേണം? ക്രിസ്റ്റോസെൻട്രിക് പ്രേയർ വേണം, തിയോസെൻട്രിക് പ്രേയർ വേണം, ദൈവകേന്ദ്രീകൃതമായ പ്രാർത്ഥനകൾ, ദൈവോന്മുഖമായ പ്രാർത്ഥനകൾ. അപ്പോൾ ദൈവോന്മുഖമായ പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അതുപോലെയുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ സുറിയാനി സഭയിലെ പ്രാർത്ഥനകളിൽ കാണുന്നത്. വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ അതോട് ചേർത്ത് ചൊല്ലുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായും അത് ദൈവോന്മുഖമാണ്, ദൈവകേന്ദ്രീകൃതമാണ്. അപ്പൊ തിയോസെൻട്രിക് പ്രേയേഴ്സ് ആണ് നടത്തുന്നത്. ആ തിയോസെൻട്രിക് പ്രേയേഴ്സ് നടത്തുമ്പോൾ സഭയിലെ അംഗങ്ങൾ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാലും ആ പ്രേയേഴ്സ്, സഭയുടെ പ്രാർത്ഥനകൾ അവരെ പിന്തുടരുകയാണ്. കാരണം സ്റ്റോപ്പ് ചെയ്ത്. അതുകൊണ്ടാണ് സഭ ഒന്നിച്ചു പറഞ്ഞു, നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള പ്രാർത്ഥനകൾ. കണ്ടോ? അപ്പൊ ഇതാണ് ഇത് അൺസ്റ്റോപ്ഡ് ആണ്, എവർ കണ്ടിന്യൂ, തുടർച്ചയായിട്ട് ഇങ്ങനെ പോവാണ്. പ്രാർത്ഥന എന്നത് ആത്മാവിന്റെ താളമാണ്, ആത്മാവിന്റെ ജീവിതം. അപ്പൊ ആത്മാവ് ഒരിക്കലും മരിക്കും, അത് സ്റ്റോപ്പ് ആകുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥന ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വർഷങ്ങൾ ഒത്തിരി നഷ്ടപ്പെട്ടു. ഈ പറയുന്നത് പിന്നെ വിശ്വാസമില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ദൈവവിശ്വാസം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ അറിയാതെ ചോർന്നു പോവാണ്. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലല്ല, ഒരു സിദ്ധാന്തത്തിലാണ്, ഒരാശയത്തിൽ വിശ്വസിക്കുന്നതും ഒരാളിൽ വിശ്വസിക്കുന്നതും വ്യത്യാസമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാശയത്തിലാണോ ഒരു വ്യക്തിയിലാണോ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പൊ യേശുക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ഇവിടെ കർത്താവ് പറയാണ്, അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. നമുക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അപ്പൊ അതാണ് ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന് പരിധിയില്ല, കർത്താവിന് പരിമിതിയില്ല. അപ്പൊ ഞാൻ ഒന്നാമത് പറഞ്ഞു, നമ്മുടെ നന്ദി ശൂന്യത, താങ്ക്ലെസ് പീപ്പിൾ, വി ആർ താങ്ക്ലെസ്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരെ ഓർക്കാത്ത, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്. കാരണം നമ്മൾ ഇവരെ മരിച്ച് എങ്ങനെയല്ല ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതോടെ ഉത്തരവാദിത്വം തീർന്നു, ചടങ്ങ് തീർന്നു, നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞു. ഹൗ താങ്ക്ലെസ് വി ആർ, ഹൗ താങ്ക്ലെസ്. നമ്മൾ എത്ര നന്ദി ശൂന്യരാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒന്ന് നമ്മുടെ സ്നേഹശൂന്യത, ലവ്ലെസ്നെസ്. നമ്മുടെ സ്നേഹശൂന്യത കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാത്തത്. 3, നമ്മുടെ വിശ്വാസരാഹിത്യം, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെയാ പറയുന്നത്, പക്ഷെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് ഇതില്ല എന്നുള്ളതാണ്.
നമുക്ക് ഇതില്ല. നമുക്ക് വിശ്വാസമില്ല, നമുക്ക് സ്നേഹമില്ല. അപ്പൊ നമുക്ക് വിശ്വാസമില്ല, നമുക്ക് സ്നേഹമില്ല, നമുക്ക് നന്ദിയില്ല, പ്രത്യാശയില്ല, ഹോപ്പ്. അപ്പോൾ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ പറയാണ് വി ആർ ഹോപ്പ്ലെസ്. കാരണം ആളുടെ ശ്വാസം പോകുന്നതോടുകൂടെ നമ്മുടെ പ്രത്യാശ തീർന്നു. അപ്പൊ ഇവർ പറയുന്നൊരു ഉദാഹരണമാണ്, വാഴയുടെ കൊല വെട്ടിയെടുത്തു. വാഴയുടെ കൊല വെട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. വാഴയുടെ കൊല വെട്ടി, പിന്നെ പിണ്ടി എന്ത് ചെയ്താൽ നമുക്ക് എന്നാ? പിണ്ടി എന്ത് എടുത്താൽ നമുക്ക് എന്നാ? ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്കെല്ലാം കോച്ചിങ് കിട്ടുന്ന. വാഴയുടെ കൊല വെട്ടുന്ന പോലെ അല്ല ഇത്. വാഴയുടെ കൊല വെട്ടുന്ന പോലെ പിണ്ടി എന്തെടുത്താൽ നമുക്ക് എന്താ? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആരാണ്? താങ്ക്ലെസ്, ലവ്ലെസ്, ഹോപ്പ്ലെസ്. വിശ്വാസരഹിതർ, സ്നേഹശൂന്യർ, നന്ദിശൂന്യർ, പ്രത്യാശാശൂന്യർ. അപ്പൊ ഫെയ്ത്ത്ലെസ്, താങ്ക്ലെസ്, ലവ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ് ആണോ അല്ലയോ നിങ്ങൾ ചിന്തിക്കും. ഫെയ്ത്ത്ലെസ് കാരണം മരണത്തിനപ്പുറത്ത് ഒരു ജീവനുണ്ടെന്നും അവർ ദൈവസന്നിധിയിൽ സജീവരാണെന്നും we can still pray for them. Oh no. സോളാ സ്ക്രിപ്ചർ അല്ലേ? സിംഗിൾ വാക്യം കാണിക്കാവോ ബൈബിളിൽ നിന്ന്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നൊരൊറ്റ വാക്യം. അങ്ങനെ വാക്യമില്ല. ദൈവം സർവശക്തനാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണെങ്കിൽ ആ ദൈവത്തോട് എന്തും പ്രാർത്ഥിക്കും. അപ്പൊ ഫെയ്ത്ത്ലെസ് ആണ്. വി ഡോണ്ട് ഹാവ് ഫെയ്ത്ത് ഇൻ ആൻ ഓംനിപോട്ടന്റ് ഗോഡ്. സർവശക്തനായ ഒരു ദൈവത്തിൽ നമുക്ക് വിശ്വാസമില്ല. സർവശക്തനായ ഒരു ദൈവത്തിൽ നമുക്ക് വിശ്വാസമില്ല. സർവശക്തനായ ഒരു ദൈവത്തിൽ നമുക്ക് വിശ്വാസമില്ല. അടുത്തത് ഫെയ്ത്ത്ലെസ്. രണ്ട്, താങ്ക്ലെസ് ആണ്. നമുക്ക് നന്ദിയില്ല. നമ്മളോട് ചേർന്ന് ആ ജീവിതത്തോട് നമുക്ക് നന്ദിയില്ല. ഉണ്ടോ? നന്ദി ഉണ്ടെങ്കിൽ നമ്മളത് പ്രാർത്ഥിക്കും. കർത്താവ് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് നന്ദിയുള്ള ഒരു ഹൃദയം. 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തി. അപ്പൊ ഒരുത്തൻ തിരിച്ചു വന്നു. ബാക്കി 9 പേരും ഭയങ്കര റിലീജിയസ് ആയിരുന്നു. അവരെല്ലാം പള്ളിയിലോട്ട് പോയി. കാരണം പുരോഹിതന് കൊണ്ട് തങ്ങളെ തന്നെ കാണിച്ച് കുഷ്ഠരോഗം മാറി എന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണം, എന്നാലേ ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ റീ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുക. അപ്പൊ പുരോഹിതനാണ് കുഷ്ഠരോഗത്തിന്റെ വടുക്കളൊക്കെ പരിശോധിച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ക്ലീൻ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും. അപ്പൊ ഈ ക്ലീൻ ചിറ്റ് മേടിക്കാൻ വേണ്ടി ഈ 9 പേരും പോയി. പൊരുത്തം പുറജാതിക്കാരന്. അവനെ സംബന്ധിച്ച് പള്ളിയിലെ ക്ലീൻ ചിറ്റിനൊന്നും വലിയ പ്രസക്തിയില്ല. അവനെ സംബന്ധിച്ച് അവന്റെ കുഷ്ഠം മാറി എന്നുള്ള. അപ്പം അവന്റെ അകത്തങ്ങ് നന്ദി നിറയുകയാണ്. അപ്പൊ അവനും പള്ളിയിലോട്ട് പോകായിരുന്നു. പക്ഷെ അവന്റെ ആ പോകുന്ന വഴിയിൽ അവരെ സൗഖ്യമായി. അപ്പൊ ഇവൻ സൗഖ്യം കഴിഞ്ഞപ്പോഴേക്ക് ഇവന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. ഇവൻ തിരിച്ചു പോവുകയാണ്. സ്നേഹം. അതിവെളുപ്പം കാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയയെ കല്ലറയ്ക്കിലേക്ക് നയിച്ചത് ആ സ്നേഹം. He was driven by love. മറിയ എന്തു പറഞ്ഞാലും ഒരു പ്രൊട്ടസ്റ്റന്റുകാരി അല്ലായിരുന്നു. പ്രൊട്ടസ്റ്റന്റുകാരിയാണെങ്കിൽ വെളുപ്പിനെ കല്ലറയ്ക്ക്, വെളുപ്പിനല്ല ഉച്ചയാലും പോകത്തില്ല, കല്ലറയ്ക്ക് പോകത്തില്ല. കാരണം മരിച്ചു, അവിടെ കൊണ്ട് തീർന്നു. അറ്റ്ലീസ്റ്റ് മറിയെങ്കിലും ആരല്ലായിരുന്നു? പ്രൊട്ടസ്റ്റന്റ് അല്ലായിരുന്നു.
മാർത്തയൊക്കെ എഴുന്നേറ്റ് പോകുന്നത് ഈ ലാസറിന്റെ ഉയർപ്പിക്കുന്ന അത്ഭുതം വായിക്കുമ്പം യഹൂദന്മാർ ഓർത്തു, അവൾ കല്ലറയ്ക്കൽ കരയാൻ പോവുകയായിരിക്കും എന്ന്. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 11:31 വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അപ്പം കല്ലറയ്ക്കൽ കരയാൻ പോവുക യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പതിവാണ്, കല്ലറയ്ക്കൽ പോവുക. എന്റെ ഒരു സ്നേഹിതൻ പെന്റക്കോസ്റ്റൽ ബിലീവറാണ്, ഞാനായിട്ട് പെന്റക്കോസ്റ്റിൽ കൊണ്ടുവന്ന. അപ്പൊ ഇദ്ദേഹത്തിന്റെ അപ്പം മരിച്ചു. അല്ല, ഒന്നാം തരം ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. അപ്പൊ അപ്പം മരിക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കയിലാണ്. പിന്നെ ഞാൻ നാട്ടിൽ ചെന്നപ്പം നമ്മുടെ ഒരു മര്യാദ ഉണ്ടല്ലോ, ആ മര്യാദയ്ക്ക് ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവന്റെ അപ്പം മരിച്ച ഞാൻ ആദ്യം കാണുകയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ആശ്വസിപ്പിച്ചു. അപ്പൊ അവന്റെ ഹൃദയം ഒരു സെമി അയണൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കയറി എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ നമുക്ക് പപ്പായ അടക്കിയിടം വരെ ഒന്ന് പോവാം. ഞാനൊരു സീനിയർ പാസ്റ്റർ അല്ലേ, അപ്പൊ നമ്മൾ അവിടെ ചെന്നൊരു ധൂവൊക്കെ വെച്ച് അതല്ല. കാരണം എനിക്ക് ആ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവൻ ചോദിക്കും, ഓ പോണോ? ഞാൻ പോണം, കാരണം ഞാൻ അടക്കത്തിന് വന്നില്ല, നമുക്കൊന്ന് പോയി അടക്കിയിടം വരെ ഒന്ന് പോവാം, ജസ്റ്റ് ഒരു ട്രിബ്യൂട്ടൊക്കെ കൊടുക്കാൻ. ഞാൻ ശവസംസ്കാരത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ പോയി. എന്റെ തന്നെ ഇത് അടക്കിയിരിക്കുന്ന ഒരു കൊടുങ്കാട്ടിലായിരുന്നു. അപ്പൊ ഇവിടെ ചെന്ന് ഇവൻ ആ ഭാഗത്തായിട്ടാന്ന് പറഞ്ഞു, മൊത്തം കമ്മ്യൂണിസ്റ്റ് വെച്ച കയറി കിടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് വെച്ച വേറെ 2-3 പേരുടെ ഉണ്ട്. അവരെല്ലാം തല്ലി ഒതുക്കി നമ്മളെ കല്ലറയ്ക്ക് വരെ പോകാൻ വേണ്ടി. ഈ കല്ലറ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു മുഴുത്ത പാമ്പ് അവിടുന്ന് വരിക. നടന്ന കാര്യം ഒട്ടും എക്സാഗ്രേഷൻ അല്ല. ഇവർ ചാടി കയറി. ഞാൻ പിന്നെ ആ കല്ലറയ്ക്ക് അടുത്തോട്ട് പോകാൻ പറ്റില്ല, അവിടെ മാറി നിന്ന് കണ്ട് അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലിയൊക്കെ മനസ്സുകൊണ്ട് അർപ്പിച്ച് ഞങ്ങൾ ഇനി പോകുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഞാൻ അവിടെ തീർമയോ എന്തൊരു കഷ്ടമായി പോയി. അപ്പൊ മനുഷ്യന്റെ ഹൃദയം കഠിനപ്പെട്ടു. നന്ദിയില്ലാത്തവരായി, സ്നേഹമില്ലാത്തവരായി, വിശ്വാസമില്ലാത്തവരായി, പ്രത്യാശയില്ലാത്തവരായി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മരിച്ചവരെ ഓർക്കാത്തതിന്റെ 4 കാരണങ്ങളാണ്. എന്താണ്? യു ആർ താങ്ക്ലെസ്, യു ആർ ലവ്ലെസ്, യു ആർ ഫെയ്ത്ത്ലെസ് ആൻഡ് യു ആർ ഹോപ്പ്ലെസ്. If you have hope, you will pray for them. If you have love, you will pray for them. If you have faith, you will pray for them. If you are thankful, you must pray for them. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിനകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന്
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഇതാണ് ഓർത്തഡോക്സ് ഫെയ്ത്ത്. ഈ മരിച്ചുപോയ വ്യക്തി പറയുന്നതായിട്ട് ആണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ച വ്യക്തി പറയണം, നിങ്ങൾ എന്തിനാണ് ദൂരെ നിൽക്കുന്നത്? ആർ യു സ്കെയർഡ് ഓഫ് മീ? നിങ്ങൾക്ക് പേടിയാണ് എന്നെ? നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് സമാധാനം തരുകയും. അപ്പൊ ആ ഒരു ഫെയ്ത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് ഒരു പാസ്റ്ററുടെ കുഞ്ഞ് മരിച്ചു. അപ്പൊ ആ കുഞ്ഞിനെ അടക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് വീടിനകത്ത് ഒരു കുഴി കുത്തി ആ കുഞ്ഞിനെ അടക്കിയെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര സ്റ്റോറി ഫേസ്ബുക്കിൽ കണ്ടു. അത് കഴിഞ്ഞ ആ തിരുവനന്തപുരത്തുള്ളവർ തന്നെ പറഞ്ഞത് അങ്ങനെയല്ല, അവിടെ ഉള്ളവര് കൊച്ചു പിള്ളേർ മരിച്ചാൽ അവരുടെ വീട്ടിനകത്താണ് അടക്കുന്നത്. അത് സ്ഥലമില്ലാഞ്ഞിട്ടില്ല, അവിടുത്തെ ഒരു പതിവാണ്. കാരണം ഈ തിരുവനന്തപുരംകാരെന്ന് പറഞ്ഞാൽ തീരെ വിവരമില്ലാത്തവരാണല്ലോ. അങ്ങനെ ഒരു വെപ്പ് ഞാൻ പറഞ്ഞല്ല, അങ്ങനെ ഒരു പുസ്തകം. പക്ഷെ അവർ വിവരമില്ലാത്തവരാണെങ്കിൽ അവർക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര സ്നേഹമുള്ള ആളുകളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിശാച പേടിയാ. ആ ശരീരത്തിന് ചൂട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാ. അപ്പൊ ഇതിൽ ഏതാ ജാതീയ ചിന്ത? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യോ അത് പിശാചാണ്. പക്ഷെ ആ തിരുവനന്തപുരത്തുള്ള ആളുകളെ ഞാൻ മനസ്സുകൊണ്ട് സല്യൂട്ട് ചെയ്യണം. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സ്നേഹാധിക്യമാണ്. അവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ അവരൊരിക്കലും പുറത്തു കൊണ്ട് അയ്യോ മഴ പെയ്യും നനയും. പക്ഷെ ഇവരെ സംബന്ധിച്ചോ അത് ശാപമല്ലേ, കുഴപ്പമില്ല. അത് ലവാണ്, സ്നേഹമാണ്. സ്നേഹം. അപ്പൊ സ്നേഹം കൊണ്ട് അവരുടെ വീട്ടിൽ തന്നെ, മിക്കവാറും അവരുടെ ബെഡ്റൂമിൽ തന്നെ അവര് അടക്കുമെന്നാ പറയും. ഞാൻ നിങ്ങളുടെയൊക്കെ മരിച്ചവരെ വീട്ടിലടക്കാനല്ല പറഞ്ഞത്. പക്ഷെ വീട്ടിലടക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഓർക്കും, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത്? ഞാൻ ഇതേപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ ഒറ്റ കാരണമേ ഉള്ളൂ. ഒറ്റ കാരണം. കാരണം ഞങ്ങൾ കത്തോലിക്കരിൽ നിന്നും ഓർത്തഡോക്സുകാരിൽ നിന്നും വ്യത്യസ്തരാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ അത് ഒഴിവാക്കി. വേറൊരു കാരണവും ഇല്ല. നിങ്ങളെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ മരിച്ചവരെ ഓർക്കുക. അവരുടെ ഓർമ്മ ദിവസങ്ങൾ വരുന്ന മുറയ്ക്ക് ആ കല്ലറയ്ക്കൽ പോവുക, ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക, 1 മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ പെന്റക്കോസ്റ്റിലായിരിക്കാം, നോ പ്രോബ്ലം. പെന്റക്കോസ്റ്റിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ അവിടുത്തെ അച്ഛന്മാരെ ഇൻവോൾവ് ചെയ്ത് ധൂപ്രാർത്ഥന ഒന്നും നടത്താൻ കഴിഞ്ഞില്ലെന്നിരിക്കാം. എങ്കിലും ആ കല്ലറയ്ക്കൽ പോകുന്നതിൽ നിന്ന് നിങ്ങളെ ആരും തടയത്തില്ല, ആരും വിലക്കത്തില്ല. നിങ്ങൾ ആ കല്ലറയ്ക്കൽ പോകണം. കല്ലറയ്ക്കൽ പോയി അവിടെ ഒരു ട്രിബ്യൂട്ട് അർപ്പിക്കുക, ഒരു തിരി കത്തിച്ചു വെക്കുക, 1 നിമിഷം മൗനമായി നിൽക്കുക. അവർക്ക് വേണ്ടി കാരണം അവർക്കിനി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ഇതാണ് ഉപദേശിമാർ പറയുന്നത്. കാരണം അവർക്കിനി ജോലി വേണ്ട, അവർക്കിനി പ്രൊമോഷൻ വേണ്ട, അവർക്കിനി ഫുഡ് വേണ്ട, അവർക്കിനി ക്ലോത്ത് വേണ്ട, അവർക്ക് പുതിയ മോഡൽ കാർ വേണ്ട, അവർക്കിനി ഒരു ശത്രുവിനെയും വത്സിച്ച് ശാസിച്ച്. ഇവര് ഭൗതിക ജീവികളാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരാണെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അപ്പൊ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ തരത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.